ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ ഉച്ചമ്പള്ളി തറവാട്ടിൽ നിന്ന് മണോളിക്കാവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വളരെ ലെങ്തിയായ ഒരു വീഡിയോ ആയതുകൊണ്ട് 2 പാർട്ടായിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മണോളിക്കാവിലെത്തി. ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുക കേട്ടോ. ഞങ്ങൾ 18-ാം തീയതി ഇതാണ് പോയത്. 19-ാം തീയതി ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. പോലീസ് ജീപ്പിൽ നിന്ന് പിന്നെ കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുപോയിന്നോ എന്തൊക്കെയോ പേപ്പറിലും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എപ്പോഴും സെൻസിറ്റീവ് ഒരു ഏരിയയാണ്. പണ്ട് മുതലേ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര പോലീസ് പ്രൊട്ടക്ഷനാണ് കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാവിലെ പൂരത്തിന് കണ്ടോളാന്നൊക്കെ ജഗതി പറയില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ. ഇത് ജഗന്നാഥേട്ടനും വൈഫുമാണ്. ഇവർ കോട്ടൂളി കോഴിക്കോടാണ് താമസം. അങ്ങനെ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാട്ടോ. ഉച്ചമ്പള്ളി തറവാട്ടുകാരാന്ന് പറഞ്ഞിട്ട്. ഇവരെ വക പുതിയ അമ്പലത്തിൽ പിന്നെ അന്നദാനം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ട് ഞങ്ങൾ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കലവറ വരാൻ കാത്തുക. ഉച്ചമ്പള്ളി തന്നെയാ, ബ്ലഡ് റിലേഷൻ തന്നെയാന്ന്, ചോരബന്ധാന്ന്. ഇല്ല ഇല്ല കുടിച്ചു. ഞാൻ കുടിക്കട്ടെ. ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും കാണില്ല. കുമാർ എന്നാ വെച്ചു കൈ വലിയ പ്ലേറ്റ്. രണ്ടാളും കൂടി ഇതൊന്ന് കഴിക്കാം. പിടി പിടി പിടി. ആ സാറില്ല, ഞാൻ പിടിച്ച. ചേച്ചിമാരൊക്കെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ് കേട്ടോ. പിന്നെ കാണാനില്ല, നിങ്ങളെ കാണാനില്ലായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു. കലവറ നിറയ്ക്കാൻ വന്ന സ്ത്രീകളൊക്കെ കൂടി ഒരു വണ്ടിയിൽ ഒരുമിച്ച് എല്ലാവരും കൂടി നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഉച്ചമ്പള്ളി വന്നല്ലോ. 3 കാലവറയുണ്ട്. ഇന്നലെ കുട്ടികെട്ടിന്, ഇന്ന് മറ്റേ മുടക്കലശം, പിന്നെ ഇത് ഉച്ചമ്പള്ളി. അല്ല ബജ്ജ് കഷ്ടപ്പെടുമല്ലോ. പോലീസ് വണ്ടി അങ്ങനെ വളച്ചെടുക്കേണ്ടി വരും. എവിടെ പോയി പോകാനായി? ആ സാധനത്തിൻ്റെ മുകളിലില്ലേ, അതിൻ്റെ മുകളിൽ ആൾ നിൽക്കുക. അതാ ആ ഫുള്ള് ഇതാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ആൾക്കാർ ഇങ്ങനെ നടക്കും. തീ അല്ല, അങ്ങനെ അങ്ങനെ നടക്കൂലേ, തറ പോലെ. ഞാൻ എടുക്കണേ കണ്ടുപോയി. ഇത്രയും പോലീസ് എന്തിനാ അവിടെ? ആ വണ്ടി, അയ്യോ അതന്നെ അതില്. ആ ഇതെന്തിനാ ഇത്രയും പോലീസ് ഇവിടെ? ഞങ്ങൾ കോഴിക്കോട് നിന്നാണ്. ഇതെന്തിനാ ഇത്രയും പോലീസ് ഇവിടെ?
തൊണ്ടയാട്, കാവനഗർ സ്റ്റേറ്റ് ബാങ്ക് ഓഫീസേഴ്സ് കോളനി. എവിടെ? ഡോക്ടറിന്റെ വീട്ടിൽ സൈഡിലോട്ടൊക്കെ ദീപ്തി. ഞാൻ വിചാരിച്ചു മുസ്ലിം. ദീപ്തി എന്നാ പേര്. തൊണ്ടയാട് വാടകയ്ക്ക് താമസം. എല്ലാവരും നിന്ന് ക്ലാസ് എടുക്കാൻ പോവാം. കാക്കിക്കുള്ളിൽ മൂന്ന് പാർട്ടിക്കാര് കമ്മിറ്റിയിൽ. അതാണ് ഇവിടെ ഇത്രയും ബന്ധവസ്ഥയില്. ആണോ? മൂന്ന് പാർട്ടിക്കാരായുണ്ട്. ഇത് വരുന്നത് നിങ്ങളുണ്ട് ഉച്ചമ്പള്ളി. ഉച്ചമ്പള്ളി ആ CPM BJP. അപ്പൊ CPM BJPയിലേക്ക് വരുന്നു. അതെ, തമ്പുരാട്ടി ഇപ്പൊ 3 ദിവസം ഇല്ല. തമ്പുരാട്ടി ഇപ്പൊ മറ്റന്നാള് രാത്രി അങ്ങോട്ട് ഒരുപാട് ഐഡിയ ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് ഐഡിയ. നമ്മുടെ ഒരു മാഷ് വന്നിട്ടില്ല ഓടിച്ചില്ല. അയ്യോ, ദീപക് മാഷ്. ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ. അമ്മേലും മരണപ്പെട്ടു പോയതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം ശരിക്കും ഒരു താവഴ ഇങ്ങനെ എഴുതി വെക്കണായിരുന്നു അല്ലേ? അത് ചെയ്തില്ല. ആൾക്കാർ ചെയ്യില്ല. ഇപ്പൊ എല്ലാരും ആ ഒരു ട്രീ ഉണ്ടാക്കും. വേറെയൊന്നും വേണ്ട, നമുക്കൊരു ലിറ്റർ വെളിച്ചെണ്ണയുടെ കൊടുത്താൽ മതി. അതൊന്നുമില്ല, സംഭവമായി. ദേവിക്ക് ദൈവമുണ്ട്, വെളിച്ചെണ്ണ ഉണ്ട്, സാമ്പത്തികം നടക്കാൻ വേണ്ടി ഒരു പ്രശ്നം എല്ലാവരും CCTV ക്യാമറ സ്ഥിരമായിട്ട്. പണ്ടൊക്കെ ഇവിടുന്നായിരിക്കും ഈ ചേകോമാര് ഇതായി തീർക്കല്ലേ പ്രശ്നം തീർക്കും. നമ്മുടെ ദേവിക്ക് ഇതായിരിക്കും പഴക്കം വരട്ടെ, നോക്കാം. കുറേ ഉച്ചമ്പള്ളി. ഞങ്ങൾ വെറുതെ വർത്താനം പറയാൻ വന്നാ. ചായ നടക്കണ്ട. ഞങ്ങൾ നിങ്ങളായിട്ടൊന്ന് പരിചയപ്പെടാൻ വിചാരിച്ചു വന്നു. ഇതായിട്ട് ഇരിക്കുന്നോ? ഇനി എന്താ ഉള്ളത്? ഇനി എന്താ ഉള്ള പരിപാടി? ഞാൻ അതില് ചെറുത് മുതലേ കാണുന്നത് പറഞ്ഞാൽ പിന്നെ തെറേണ്ടതായിട്ട് അവരുടെ തറവാടിന് ഈ ദേവി വന്നത് പിന്നെ ഇടയിലൊരു ഒരു വീട്ടിലാണ്, നായർ തറവാട്ടിലാണ്. അതായത് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് സ്വപ്നത്തിൽ ദർശനം കൊടുത്തിരുന്ന സ്ഥലത്ത് ഇങ്ങനെ ദേവി രൂപം ഇത് വെക്കണം. അങ്ങനെ അവര് ഈ മദ്യവും ഇതും ചെയ്യുന്ന ദേവി ആയതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉച്ചമ്പള്ളി കാരണം അവർക്ക് ആ സ്വത്തും കാര്യങ്ങളിലും ഉണ്ടെന്നായിരുന്നു. ഓരോ തലമുറ കഴിഞ്ഞ് വന്ന ലാസ്റ്റ് ഇനി ഇവരുടെ കഴിയുമ്പോ വേറെ ഇവന്റെ അച്ഛന്റെ അച്ഛനേനും ആദ്യത്തെ കോമരം ഇവന്റെ അച്ഛന്റെ അച്ഛൻ ഓറ് മരിക്കുമ്പോ ഓറെ മരുവനെന്ന് എന്റെ അച്ഛൻ ഓർക്കാൻ സ്ഥാനം കൊടുക്കും. ഇനിയിപ്പൊ അച്ഛൻ ഇതാവുമ്പോ പിന്നെ ബാബു എന്ന് പറഞ്ഞ ഓറാ വീഴും. അങ്ങനെ വീഴും. പണ്ട് ഉച്ചമ്പള്ളി തറവാട്ടിന് ഇപ്പൊ നമ്മൾ ഇറങ്ങി വന്ന കോണിയില്ല, അവിടെ ഇരുന്നാല് ഇതുവരെ വയല് ഉച്ചമ്പള്ളി അത്രയും വയലായിരുന്നു. വയല് ഉച്ചമ്പള്ളിക്കാറി സ്ഥലങ്ങൾ പണ്ടത്തെ കാരണന്മാര് വിറ്റ് ഓരോ ഭാഗം വിറ്റ് തറ നടത്തി അങ്ങനെ പോയി. ഇപ്പൊ ഉള്ളതാ ഈ വീടും സ്ഥലവും. എന്നിട്ട് ഇവരെന്ന് പറഞ്ഞിട്ട് കൊല്ലത്തിൽ അപ്പൊ ഉച്ചമ്പള്ളിക്കാരോട് ഇവർ സംഗതി പറഞ്ഞു. അങ്ങനെ തീയറ സമുദായത്തിലായി ഈ ദേവി വരും. ഇവർക്ക് പറ്റില്ല മദ്യവും പോയും തിന്നുന്ന അവർക്ക് അത് ശരിയാക്കാം. അങ്ങനെ നടത്തി പിന്നെ നമ്മളെ വിളിച്ച് പിന്നെ നമ്മളെ അറിഞ്ഞു നോക്കി എന്നാ ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ഷേത്രം എല്ലാവരും പോകുന്ന മുക്കോല പരിപാടി ഇങ്ങനെ ദേവിയുണ്ട്. ആ ദേവീനെ സ്ഥലത്ത് കണ്ടു ഇവിടെ പിന്നെ ആചാര്യ വിളിച്ച് വെച്ച് അവരെ വെച്ച് കുറ്റിയടിച്ച് പിന്നെ ദേവീനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് ഇവിടെ പരിസരത്ത് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ ദാരികവധം. നാളെ മറ്റന്നാളുള്ള ഉദ്യോഗസ്ഥാനം എന്ന് പറഞ്ഞാല് ഉദ്യോഗസ്ഥാന്റെ പ്രത്യേകത പറഞ്ഞാല് ദാരികനെ മരിക്കാനായിട്ടാണ് ദേവി പുറപ്പെടുന്നത്. ദേവിനെ ഏറ്റവും പ്രധാനമായ ചടങ്ങാണ്. ഇന്ന് രാത്രിയാണ് ദേവി ആദ്യം ദാരികനെ തേടുക. ദേവിനെ മുട്ടും കൂടെയായിട്ട് പിന്നെ 1020 ദേവി വരുന്നുണ്ട് അന്ന് കാണൂല. പിറ്റേ ദിവസം കലശവാടി വന്ന് കലശം എടുത്ത് വരുന്നത് പിന്നെയാണ് പുറച്ചക്ക് 1020 അങ്ങനെ കാണും. പിന്നെ എല്ലാ ദേവന്മാർക്കും അർച്ചന ചെയ്ത് മലരൂര് വർദ്ധിച്ച് ദൈവം ഇതും തേടിയിട്ട്
മാലയണിഞ്ഞ് ദാരികന്റെ ഇത് കൊടുത്ത് ബന്ധിക്കും. എന്നിട്ട് ആ ചോര കുടിക്കുന്നതാണ്. ദാരിക ചോര നിർത്തില്ല, കുടിക്കുന്നില്ല. എന്നിട്ട് അത് നേരെ നമ്മള് ആത്ത് കയറിയിട്ട് അയക്കോട് വെക്കണം. അന്നേരം മാത്രമേ അങ്ങേന്റെ ആത്ത് തമ്മിലട്ടി കയറി. അത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ കെട്ടിച്ചുറ്റിട്ട് അപ്പുറത്ത് കംപ്ലീറ്റ് ചെയ്യില്ല. ആ ദാരിക വച്ചതിന് മാത്രം തൊട്ടത്തവണ കെട്ടിച്ചുറ്റി കയറി. അതേപോലെ അപ്പുറത്തെ ആത്ത് മദ്യം വെക്കൂല, അന്നേരം കൊത്തും പാടില്ല. ഇപ്പം ചടങ്ങ് ചെയ്തില്ലേ, ഇവിടുത്തെ ചടങ്ങെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം ആ കാവിൽ പൂർത്തീകരിച്ചാൽ മാത്രമേ ബാക്കി എല്ലാ കാവിലും പൂർത്തീകരിക്കണം. ബാക്കി എല്ലാ സ്ഥലത്തും പൂർത്തീകരിക്കും. അതാണ് ശരിയായ കാളി. കുറുമ്പാന്ന് പറയുമ്പം അതായത് കൊടുങ്ങല്ലൂർ അമ്മ മൂത്തോളൂ 2 രൂപ, ഭദ്രകാളി 1 ശാന്തസ്വരൂപിയായിട്ടാണ്. കൊടുങ്ങല്ലൂർ അങ്ങനെയാണ്. അത് അത് കുടികൊള്ളു പറയും. അതിങ്ങനെ മൂടിക്കിടക്കുക കൊടുങ്ങല്ലൂർ. ഇന്ന് വരെ അത് തുറന്നില്ല, തുറന്നാ തീർന്ന്. അതുകൊണ്ട് അത് ഒരിക്കലും ആ പട്ടിട്ട് മൂടിയിട്ട് വെച്ചിരിക്കാം. കൊടുങ്ങല്ലൂർ ശാന്ത ഒരു നമ്മൾ പോയിട്ട് എപ്പോഴും അങ്ങനെ നമ്മള് അതാണ് ഇവിടുത്തെ മെയിനായി ചടങ്ങ്. അതായാലും ഇത് ശരി. പിന്നെ മുളകേറാന്ന് അടുത്തത് വൈകുന്നേരം ഇതില്ലേ മഞ്ഞ എല്ലാ ദിക്കിലും പറഞ്ഞിട്ട് ഈ ദേവഗണങ്ങളെല്ലാം നമ്മളെ ഇതിനുള്ളിലേക്ക് ആക്കും. ബാക്കിയെല്ലാം പുറത്ത് നമ്മളെ ഈ ശുദ്ധി ചെയ്യാന്ന് പറയും. എല്ലാം മുളകും ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ 3 ദിവസം തീരൂല. 4-ാം ദിവസം നെല്ലെടുക്കാൻ ഇറങ്ങുന്നത് അന്നേ കാവ് കയറും. ഈ കാവിന്റെ പായസം വെക്കണം, ഇവിടെയും വെക്കണം, ആടെ നിവേദ്യം വെക്കോ, കാരണവന്മാർക്ക് കൊടുക്കണം, പിന്നെ മൺമറിഞ്ഞു പോയ സ്ത്രീകൾക്ക് കൊടുക്കണോ, ആണുങ്ങൾക്ക് കൊടുക്കണോ, അങ്ങനെ എല്ലാവർക്കും ആടെയാണ് ചെയ്യണം. ഇവിടെ പിന്നെ ഉച്ചമ്പള്ളി തറവാട്ടുകാരെല്ലാം ചെയ്യുന്നത് 3 ദിവസമായിട്ട് ഉച്ചമ്പള്ളി തറവാട്ടാണ് ദേവികൾ. 3 ദിവസം 3 ദിവസം എന്നല്ല, ഫുള്ളായിട്ട് കാവിന്റെ ഉത്തരവാദിത്തം ഉച്ചമ്പള്ളിക്കാർ. അപ്പൊ ഇവിടെ ദിവസം വിളക്കെത്തിക്കലും ഇതൊക്കെ ഉണ്ട് നിങ്ങൾ തന്നെ. ഉച്ചമ്പള്ളിക്കാർക്ക് അതിന് അവകാശം. ആടത്തെ കോമര ഏത് കോമരാണോ ആ കോമരന്മാരെന്നൊക്കെ കത്തിക്കാൻ പറ്റും. ആ കോമര കൈപിടിച്ച് കയറ്റുന്നൊക്കെ ഉള്ളിൽ കയറും. നമ്മളെ ഒരു ഇത് ചെയ്തിട്ടാണ് നമ്മളെ കയറ്റും. എല്ലാരും ഇപ്പൊ നമ്മളോട് 10 ആള് വരുന്നില്ലേ, അവർക്ക് അതിന്റെ ഉള്ളിൽ കയറാം. അതിന് ഉള്ളിലൊരു റൂമില്ല, അതിന്റെ ഉള്ളിലായിരിക്കും പ്രവേശനം. അതേപോലെ വീട്ടിൽ 3 ആള് 4 ആൾക്ക് നമ്മൾ ചെയ്താക്ക് മാത്രമേ കയറും. എല്ലാതാക്കി എല്ലാവർക്കും വരാം അതിന്റെ ഉള്ളിൽ കയറും. ശ്രീകോവിലിന്റെ ഉള്ളിൽ ഒക്കെ ഏറ്റവും വലിയ കാരണവരാരാ? വലിയ കാരണവർ നിങ്ങളച്ഛനാ? ഇവർക്കാണ് ഇവിടെ ഇതിന്റെ അടിച്ചുവാരല് ബാക്കിയുള്ള കർമ്മങ്ങളിൽ ഇവർ ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ നാളെ ഒരു സാധനം കൊണ്ട് ദേശാടനം കഴിഞ്ഞ ഒരു തിരുവിടാളെന്ന് സാധനം കൊണ്ട് ബേക്കിൽ നമ്മൾ പുറത്തു പോയി വന്നിട്ട് ശുദ്ധി ചെയ്തിട്ട് ഡ്രസ് അണിക്കുന്ന അത് ഇവിടുന്ന് ചെയ്യാം. അതിനും ഒരു ആൾ തിരുവിടാടേണ്ട ആള്, കലശക്കാരെ, പിന്നെ അപ്പുറമുള്ള ഒരു തറയില്ലേ അത് മേലായിപ്പടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതാണ് ആടെയാണ് ദേവി വന്നത്. അതായത് ചമ്പല പുതിയോട്ടിൽ ആണ് വന്നത്. നമ്മൾ പിന്നെ പണ്ട് മുതൽ ഇതിങ്ങനെ ഇതിനൊപ്പം നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഇതായി. നിങ്ങൾക്കും ഇവർക്കും ഞമ്മക്കും എല്ലാം ഒരേ അവകാശം തന്നെ. ക്ഷേത്രം വരുമ്പോ തറവാട് വരുമ്പോ എല്ലാവർക്കും ഒരേ അവകാശം തന്നെ അല്ലേ? പഴയ കാരണന്മാർ എവിടെയെങ്കിലും പോയി ആടിയുള്ള അവകാശം. സന്ധ്യ ആയപ്പോൾ പിന്നെ ആൾക്കാർ തെക്കും തിരക്കും ആവാൻ തുടങ്ങി കേട്ടോ. അപ്പം ചൊപ്പം കുത്ത് തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെ അവിടെയൊക്കെ പോയി ഷൂട്ട് ചെയ്യാൻ നോക്കി. അപ്പോൾ അവർ പറഞ്ഞു വേഗം ഭയങ്കര റഷായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരൊരു സുരക്ഷിതമായി അവരെ പുറകിൽ തന്നെ എന്നെ നിർത്തിയിട്ടോ, നമ്മളെ തറവാട്ടിലുള്ളവരൊക്കെ കൂടി. അപ്പോൾ അവിടെ പ്രസാദമായിട്ട് മഞ്ഞളും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്.
സംഭവം എന്തൊക്കെയാണ് പിന്നാലെ പോലീസാണ് ദേശം സൈഡ് കൊടുക്കുക നേരത്തെ കൊടുക്കുന്നതൊക്കെ പേര് അച്ഛൻ്റെ പേര് നാരായണൻ. എന്താ സംഭവം? ആ കുട്ടീനെ ഇവിടെ ചക്ക അടിച്ചോ? ഫോൺ പോക്കില് അടിച്ച് തട്ടിപ്പോയി. അതിന് നിർത്തി മേഡം, ഞങ്ങൾ പോകും. അപ്പോൾ കോഴിക്കോട്ടുകാർ കാണാം. പിന്നെ നല്ലൊരു വീഡിയോ കിട്ടി. ചോപ്പൻ്റെ കൂടെ പോലീസുകാരുണ്ട്. ഓടണോ ഓട്ടോ. മഫ്റ്റിയല്ലേ? അങ്ങനെ നോക്കണ്ട, എല്ലാരും ഓരോരുത്തരും വീക്ഷിക്കുന്നുണ്ട്. എന്നാ ശരി. പിന്നെ ഞങ്ങളെ കുടുംബക്ഷേത്രം തേടി വന്നതാ. അങ്ങനെ ഇവിടെ എത്തിയതാ. അങ്ങനെ ഈ മണോളിക്കാവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഫ്രം ബിന്ദുസ് വ്ലോഗ്.